ഇപ്പോൾ ഞാൻ വന്ന് വീഡിയോ ഇട്ടിട്ട് പോയതേ ഉള്ളൂ നന്ദന ഔട്ടാവുന്ന പ്രൊമോ വരാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നന്ദന ഔട്ടാവുന്ന പ്രൊമോ വന്നിരിക്കുകയാണ്. സായി പുറത്താവുമോ? നാളത്തെ എപ്പിസോഡിൽ സായി പുറത്താവുമോ? എന്താണ് സംഭവങ്ങൾ? പ്രൊമോ പറയാം, അപ്ഡേറ്റും പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. ഇതുപോലത്തെ എക്സ്ക്ലൂസീവ് ജെനുവിൻ അപ്ഡേറ്റ്സിനായിട്ട് നിങ്ങൾ ചാനൽ ഇപ്പം തന്നെ ഫോളോ ചെയ്യണം. അപ്പോൾ പ്രൊമോ വന്നിരിക്കുകയാണ്, എവിക്ഷൻ പ്രൊമോ. ആദ്യം ഞാൻ പ്രൊമോ പറയാം, എന്നിട്ട് അപ്ഡേറ്റ് പറയാം. പ്രൊമോയിൽ ലാലേട്ടൻ വന്നിട്ട് പറയാണ്, നോമിനേഷനിൽ ഉള്ളവർ ആരാണിന്ന് പുറത്ത് പോവുക എന്നിങ്ങനെ പറയുന്നു. എന്നിട്ട് എല്ലാവരും കണ്ടസ്റ്റൻസ് 7 പേരുണ്ട്. ആ 7 പേരുടെയും നെഞ്ചിൽ ഇങ്ങനെ ഒരു ലവിൻ്റെ ഒരു എന്താ പറയുക, ഒരു പിൻ അടിച്ച് വെച്ചിരിക്കുകയാണ്, ഒരു സ്റ്റാമ്പ് പോലെ ഒരു ബാഡ്ജ് അടിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പം ആരുടെയോ ഹൃദയമാണല്ലോ, ലവ് എന്ന് പറഞ്ഞാൽ ഹൃദയമാണല്ലോ. അപ്പം ആരുടെയോ ഹൃദയത്തിനുള്ളിൽ ആരോ ഇരിക്കുന്നുണ്ട് എൻ്റെ അടുത്തോട്ട് വരാൻ. ആരുടെ ഹൃദയം ആദ്യം തുറക്കണം? അപ്പം നോറയും കൈവെക്കുന്നു, ശ്രീതുവും കൈവെക്കുന്നു. അപ്പം നോറ ആദ്യം തുറന്നു എന്ന് പറയണം. അപ്പം നോറയുടെ ഹൃദയം ഇങ്ങനെ തുറക്കാൻ പറ്റും, ലവ് ഇങ്ങനെ തുറക്കാൻ. അപ്പം ലവ് ഇങ്ങനെ തുറന്ന് നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് ശ്രീതു റിസൾട്ട് പെൻഡിങ് എന്ന് എഴുതിയിരിക്കുന്നത്. ശ്രീതുവിൻ്റെ റിസൾട്ട് പറയാം, പെൻഡിങ് ആണ്. അപ്പം ലാലേട്ടൻ അപ്പം ശ്രീതു തുറക്കുന്നു. അപ്പം ജാസ്മിൻ്റെ അത് പെൻഡിങ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ജാസ്മിൻ തുറക്കുന്നു. നോറയുടേത് പെൻഡിങ്. അടുത്ത് ഋഷി തുറന്നോ. അപ്പോൾ അഭിഷേകിൻ്റെത് പെൻഡിങ്. അടുത്ത് അഭിഷേക് തുറക്കുന്നു. അപ്പം അത് ഋഷിയുടേത് പെൻഡിങ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കിടക്കുന്നത്. അപ്പോൾ സായിയുടേതും നന്ദനുടേതും ഇവരുടെ 2 പേരുടേതും കാണിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ഇവരുടെ 2 പേരുടെയും തുറക്കുമ്പം ഡേഞ്ചർ. സായി തുറക്കുമ്പോൾ നന്ദന ഡേഞ്ചർ എന്ന്, നന്ദന തുറക്കുമ്പോൾ സായി ഡേഞ്ചർ, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും, പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇനി ആരുടെയൊക്കെയാണ് ഇനി വരാത്തത്? അപ്പോൾ ഇന്ന് നിങ്ങൾ ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നിങ്ങൾ സേഫാണ്. ഇന്നത്തേക്ക് ആരൊക്കെ സേഫാണ്? ശ്രീതു സേഫാണ്, ജാസ്മിൻ സേഫാണ്, നോറ സേഫാണ്, അഭിഷേക് സേഫാണ്, ഋഷി സേഫാണ് ഇന്നത്തേക്ക്. നാളത്തെ കാര്യം നാളെ പറയാം. ഇനി ആരുടെ ഇതാണ് വരാനുള്ളത്? ഇനി ആരുടെയൊക്കെ വന്നിട്ടില്ല? അപ്പോൾ നന്ദനയും സായി, നമ്മുടേത് വന്നിട്ടില്ല. നമ്മുടേത് റിസൾട്ട് പെൻഡിങ് ആണെന്നോ ഔട്ടാണെന്നോ ഒന്നും വന്നിട്ടില്ല. അപ്പം ഓക്കെ, അപ്പം നിങ്ങൾ 2 പേരിൽ ആരെങ്കിലും ഒരാളാണ് ഔട്ടാവാൻ പോകുന്നത് എന്ന് മനസ്സിലാവുന്നവർക്ക് പിന്നെ കാണിക്കുന്ന ഗാർഡൻ ഏരിയയാണ്. ഗാർഡൻ ഏരിയയിൽ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു, ആരുടെ ബാഡ്ജ് തുറക്കുമ്പോഴാണോ അതിനകത്ത് ഒരാളുടെ ഫോട്ടോ കൊടുത്തേക്കും എവിക്റ്റഡ് എന്ന് എഴുതിയിരിക്കും, അയാൾക്ക് നേരെ പ്രധാന വാതിൽ വഴി പുറത്തേക്ക് വരാം, അവർ എവിക്റ്റഡ് ആണ് എന്ന് പറയുകയാണ്. അപ്പോൾ ഇത് ശരിക്കും നന്ദന ഔട്ടാവുന്ന പ്രൊമോയാണ്. നന്ദനയാണ് എവിക്റ്റ് ആയിരിക്കുന്നത് ഈ പ്രൊമോയ്ക്കകത്ത്. ഇന്ന് സായി തുറക്കുമ്പം വീണ്ടും ഒരു ബാഡ്ജ് കൂടെ കൊണ്ടവർക്ക് കൊടുക്കുമായിരിക്കും. സായി തുറക്കുമ്പോഴത്തേക്കും നന്ദന ഔട്ടെന്ന് പറഞ്ഞ് എഴുതിയിരിക്കും. നോക്കാം. ഇനി സായി ഔട്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല, ഈ ആഴ്ച ഒരു എവിക്ഷൻ മാത്രമേ നടന്നിട്ടുള്ളൂ സുഹൃത്തുക്കളെ എന്നാണ് തോന്നുന്നത് പ്രൊമോ കണ്ടിട്ട്. ഞാനിത് അപ്ഡേറ്റ് വെച്ച് പറയുന്നില്ല, കാരണം പ്രൊമോയ്ക്കകത്ത് സായിയും നന്ദനയും ഇവരുടെ 2 പേരുടെയും വിധിയാണ് ഇന്ന് പറയുന്നത്. ഇവരുടെ 2 പേരുടെയും വിധിയിൽ സായി രക്ഷപ്പെട്ടു, നന്ദന ഔട്ടായി. പിന്നെ ബാക്കി 5 പേരുടെ വിധിയേ ഉള്ളൂ നാളെ. മനസ്സിലായില്ലേ? നാളെ 5 പേരിൽ ഒരാളെ പോവുകയാണെങ്കിൽ പോലും എന്തായാലും സായി സേഫാണ്. അത് 100% ഉറപ്പാണ്. സായി സേഫാണ്. അപ്പോൾ അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരാം, പ്രൊമോയുടെ വിശേഷങ്ങളായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.